ഒരാൾ എന്നെ പറ്റിക്കുന്നത് അയാളുടെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ മിടുക്കുകേട് കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലുള്ള സംവിധായകർ നിർമ്മാതാക്കളെ പറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് തന്നെയാണ്. ഇതുപോലുള്ള ചതിക്കുഴിപ്പടങ്ങൾ ഒട്ടനേകം മദിരാശിയിലെ ലാബുകളിലെ ഇരുമ്പ് പെട്ടികളിൽ ഇപ്പോഴും കിടക്കുകയാണ്. ആ പെട്ടികളിൽ ഒരുപാട് പേരുടെ കണ്ണീരും ചോരയും വീണ പാടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ മലയാള സിനിമയുടെ പ്രതിസന്ധി? സംവിധായകർ മാത്രമല്ല, നമ്മൾ ഈ നിർമ്മാതാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളും വലിയ മാഫിയക്കാരാണ്. ചില നിർമ്മാതാക്കളുണ്ട്, വളരെ വിദഗ്ധന്മാരാണ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് പണമല്ല, നാക്ക് വെച്ചിട്ടൊരു പടം പിടിക്കും. അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തുടർച്ചയായി 2-3 പടങ്ങൾ വിജയിപ്പിക്കുന്ന സംവിധായകരെ പെട്ടെന്ന് അവർ സൗഹൃദത്തിൽ എങ്ങനെയെങ്കിലും, അതാണ് ടെക്നിക്ക്, നാക്ക് വെച്ച് സ്തുതിപാഠകന്മാരായിരിക്കും. സാറിൻ്റെ പേര് സ്ക്രീനിൽ കാണുമ്പോൾ എന്തൊരു കയ്യടിയാണെന്നറിയോ, പണ്ടത്തെ പോലെയൊന്നുമല്ല, ഭയങ്കര കയ്യടിയാണ് എന്ന് പറയും. ചിലപ്പോൾ മീൻ വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ അവരുടെ എല്ലാവിധ പരിപാടികളും അവർ ചെയ്തു കൊടുക്കും. അങ്ങനെ അയാളുടെ ജീവിതത്തിൽ, അതായത് സംവിധായകൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഘടകമായി ഇയാൾ മാറുന്നു. അങ്ങനെ പതുക്കെ ഈ പഴത്തിൽ സൂചി കയറ്റുന്നത് പോലെ, അല്ലെങ്കിൽ വെണ്ണയിൽ കത്തി കയറ്റുന്നത് പോലെ സ്വന്തം കാര്യം പതുക്കെ ഇയാൾ അവതരിപ്പിക്കുന്നു. ഒരു സ്തുതിപാഠകനോട് ഒരാൾക്ക് ചെയ്യേണ്ടുന്ന കടമ എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്ത് കൊടുക്കുക എപ്പോഴെങ്കിലും. തീർച്ചയായിട്ടും ഒരു സിനിമ നമുക്ക് ചെയ്യാം എന്ന ഒരു നിർബന്ധനിമിഷത്തിൽ അയാൾ സമ്മതിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വൻ താരത്തിൻ്റെ പിന്നാലെ ഇയാൾ ഓടുകയായി. ഇന്നയാൾ സംവിധായകൻ, നമുക്ക് പടം ചെയ്യാം, നിങ്ങളെ വെച്ചിട്ടാണ് ഞാൻ ആ പടം പ്ലാൻ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ താരത്തിന് പ്രശ്നമില്ല, കാരണം തുടർച്ചയായിട്ട് വിജയങ്ങൾ ഉണ്ടാക്കുന്ന സംവിധായകനാണ്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയും. പിന്നെയാണ് കളി തുടങ്ങുന്നത്. ആ കളി എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പിന്നെ ലേലംവിളിയാണ്. ഈ സംവിധായകൻ, ഈ താരം ആർക്ക് വേണം. അപ്പോൾ വിതരണക്കാർ സ്വാഭാവികമായിട്ടും സംവിധായകനും കൊള്ളാം, താരവും കൊള്ളാം, എന്തുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ വിതരണക്കാർ ഇങ്ങനെ മത്സരിച്ചു വരും. വിതരണക്കാർ മത്സരിക്കുമ്പോൾ ഇയാൾ ബാർഗൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആര് കൂടുതൽ ഓഫർ ചെയ്യുന്നു. പ്രധാനമായിട്ടും ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാശ് മുഴുവൻ ഈ വിതരണക്കാരൻ മുടക്കണം. പിന്നെ സാറ്റലൈറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ TV ചാനൽ, പാട്ട്, അതൊക്കെ നിർമ്മാതാവ് എൻ്റെ പേരായിരിക്കും. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഇയാൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഷൂട്ടിംഗ് സമയത്ത് ഈ വിതരണക്കാരൻ്റെ കാശ് നല്ലോണം ഇയാൾ സാപ്പിടും. എങ്ങനെ? ഇതിനെല്ലാറ്റിനും പുറമെ ഈ ഷൂട്ടിംഗ് ചെലവുകൾക്കുള്ള പണം ഉണ്ടാവുമല്ലോ, അതും സാപ്പിട്ട്, ഈ സാറ്റലൈറ്റ് റൈറ്റ് മറ്റേത് അതും സാപ്പിട്ട്, അവസാനം പടം പൊളിഞ്ഞാൽ ഇയാൾ സുഖമായി കിടന്നുറങ്ങും, വിതരണക്കാരൻ്റെ ആഫീസും പൊട്ടും. ഇതല്ലേ യഥാർത്ഥത്തിൽ പ്രതിസന്ധി?